ലഹരിക്കെതിരെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ന് എന്നോടൊപ്പം കോട്ടയത്തെ DYSP ആയ തോമസ് സാറാണുള്ളത്. എല്ലാ ജെൻസി പിള്ളേരുടെ ഒരു ചോദ്യമുണ്ട് സാറേ, പോലീസിനെ സ്നേഹിക്കണോ അതോ പേടിക്കണോ, എന്താണ് ചെയ്യേണ്ടത്? പോലീസിനെ പേടിക്കണോ ഭയക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്നേഹിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും ആപേക്ഷികമായ ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജെൻസി പിള്ളേർ ഒരു ബൈക്കിൽ അതിയായ സ്പീഡിൽ ഹെൽമെറ്റ് വെക്കാതെ ഓടിച്ചു പോകുന്നു. പോലീസ് നിങ്ങളെ വഴി പിടിക്കുന്നു. നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ലാത്തതിന്, ഇനി വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല അതിന്, അങ്ങനെ 100 കൂട്ടം ഫൈൻ അടിച്ചു കയറുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പോലീസിനോട് എന്ത് തോന്നും? പേടി വരും, വിരോധം തോന്നും. പോലീസ് നിങ്ങളെ പിടിച്ച് ഫൈൻ അടിച്ചതിന് പോലീസിനോട് വിരോധവും തോന്നും, ദേഷ്യവും തോന്നും. ഇനി മറ്റൊരു സാഹചര്യം പരിശോധിക്കാം. നിങ്ങൾ രാത്രിയിൽ ദൂരെ നിന്ന് വന്നിറങ്ങി നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ കുറേ ദൂരമുണ്ട്. നിങ്ങൾ അവിടെ നോക്കിയിട്ട് ഓട്ടോയോ മറ്റോ ടാക്സി ഒന്നും കിട്ടുന്നില്ല. ആ സമയത്ത് അവിടെ ഒരു പോലീസ് ജീപ്പ് വരുന്നു. നിങ്ങൾ പോലീസിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. പോലീസ് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് പോലീസിനോട് എന്ത് തോന്നും? ഒരു സ്നേഹവും ഇഷ്ടവും തോന്നും. ഇനി രാത്രി ഇതുപോലെ തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിങ്ങളുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആയി, നിങ്ങൾ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ 112 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ പോലീസ് അവിടെ സഹായത്തിനെത്തും. 112 നിങ്ങൾക്ക് ഏത് അപകട സാഹചര്യത്തിലും വിളിക്കാവുന്ന ഒരു നമ്പറാണ് 112. അപ്പോൾ ഏത് സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് ഹെൽപ്പിനും നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലും അപകടത്തിലോ കുറ്റകൃത്യത്തെക്കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കാനോ മറ്റ് അയൽവക്കത്തെ ഒരു കുറ്റകൃത്യം നടക്കുന്ന കാര്യങ്ങളോ അങ്ങനെ ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് പോലീസിനെ ഇൻഫോം ചെയ്യണമെന്ന് ഉത്തമ ബോധ്യമുള്ള അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് 112 ധൈര്യമായിട്ട് വിളിക്കാം. ഈ 112 ഇപ്പം ഡയറക്റ്റ് അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിലിംഗ് പറയാം. 112 എന്ന് പറയുന്നത് എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് 112 മാത്രം ഡയൽ ചെയ്താൽ മതി. ഓൾ ഓവർ ഇന്ത്യ ഒറ്റ നമ്പറാണ്. നിങ്ങളിപ്പോൾ ഇവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതൊരു കൺട്രോൾ റൂമിലാണ് എൻ്റെ സിസ്റ്റം. അപ്പോൾ തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത മൊബൈൽ ഏതാണെന്ന് നോക്കിയിട്ട് മൊബൈൽ പോലീസ് രാത്രി നൈറ്റ് പട്രോളിംഗ് ടീമുകളുണ്ട്. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പോലീസ് വണ്ടി എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട് അവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും അവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്യും. അത് എവിടെയായാലും, വീടായാലും മറ്റ് പൊതുസ്ഥലമായാലും എവിടെയായാലും നിങ്ങളുടെ അടുത്ത് എത്തി നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യും. ഇമ്മീഡിയറ്റ് ആക്ഷൻ. അപ്പോൾ അതിനുശേഷം അത് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ പോലീസ് സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലീസിനോട് എന്താണ് തോന്നുന്നത്? സ്നേഹമാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ആവേശമാണ്. ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അല്ലെ കുറ്റകൃത്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് പോലീസിനോട് ദേഷ്യവും ഭയവും വെറുപ്പും തോന്നും. സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങളൊരു ആപത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അപകടഘട്ടത്തിൽ നിങ്ങളെ പോലീസ് സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് പോലീസിനോട് സ്നേഹം തോന്നും. അപ്പോൾ പോലീസ് എന്ന സംവിധാനം എന്ന് പറയുന്നത് ജനത്തെ സേവിക്കുവാനും ഇവിടുത്തെ നിയമ സംവിധാനം ഉറപ്പുള്ളതാക്കുവാനും സമാധാനപരമായി ജീവിക്കുന്ന പൗരന്മാർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കുറ്റകൃത്യം ചെയ്യുന്നവർ പോലീസിനെ പേടിക്കണം. തീർച്ചയായിട്ടും പേടിക്കണം. ഇപ്പോഴത്തെ ഈ ജെൻസി പിള്ളേർ ഇപ്പോൾ ലഹരിക്കെതിരെ കൂടുതൽ ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികൾ ലഹരിയിലേക്ക് വരുന്നത്? ഇത് കൂട്ടുകെട്ട് ഫ്രണ്ട്ഷിപ്പാണോ അതോ എങ്ങനെയാണ് ഇവരിതിലേക്ക് അഡിക്റ്റ്? ലഹരിയിലേക്ക് വരുന്നതിനുള്ള പ്രധാന കാരണം ഒന്നും ബ്രോക്കൺ ഫാമിലിയാണ്. ബന്ധങ്ങളിലുള്ള അകൽച്ച. ഇപ്പോൾ മക്കളും മാതാപിതാക്കളും അല്ല സഹോദരങ്ങളും സഹോദരിമാരും തമ്മിലുള്ള ബന്ധം ദൃഢതയില്ല. അപ്പോൾ അങ്ങനെ ദൃഢതയില്ലാത്ത ബന്ധങ്ങളിൽ അവർ പലപ്പോഴും ഏറ്റവും അടുത്ത കൂട്ടുകാർ വഴി അവരുടെ രീതി എന്താണോ ആ രീതിയിലേക്ക് നമ്മൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടും. ഇപ്പം നമ്മൾ ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്നത് മനസ്സിലായിരിക്കുന്നത് ഈ ഡ്രഗിൻ്റെ ഉപയോഗത്തിലേക്ക് കുട്ടികൾ അല്ലെങ്കിൽ ഏതൊരു പ്രായത്തിലുള്ള ആളാണെങ്കിലും ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വഴിയാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വഴിയാണ്. അപ്പോൾ ആ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരു സമ്മർദ്ദം അല്ല സ്നേഹത്തോടു കൂടിയുള്ള ഒരു നിർബന്ധം അങ്ങനെയൊരു പീർ പ്രഷറിനെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല വരുമ്പോഴാണ് ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് മിക്കവാറും സൗജന്യമായിട്ടായിരിക്കും കിട്ടുന്നത്. അത് സാമ്പിൾ ഉപയോഗിച്ച് നോക്കാനായിട്ട്. എന്നാൽ സെക്കൻഡ് ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. തലച്ചോറ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം തലച്ചോറിലാണ്. അപ്പോൾ തലച്ചോറിനെ അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയുടെ നിയന്ത്രണം നഷ്ടപ്പെടും. പിന്നെ നമുക്ക് എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ സഹോദരനാണോ എൻ്റെ അമ്മയാണോ എൻ്റെ അച്ഛനാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് പലപ്പോഴും സ്വന്തം അച്ഛനെ വെട്ടിക്കൊന്നു, അമ്മയെ വെട്ടിക്കൊന്നു, സഹോദരിയെ വെട്ടിക്കൊന്നു, ഭാര്യ ഭർത്താവിനെ വെട്ടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളം വായിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അത് ഡ്രഗ് ആയാലും മദ്യമായാലും ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ചിന്താശേഷി നഷ്ടപ്പെടും.
അപ്പോൾ തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ പോകും. ഇപ്പോൾ ഈ കുട്ടികൾ കരിയറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ വാർത്തകൾ കാണാറുണ്ട്. ഇവർ ക്യാഷിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, അത് ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇവർ ചെയ്യുന്നത്? അല്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രധാന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മണി ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതിയാണ്. അപ്പോൾ മണി ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളത് ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഹാർഡ് വർക്ക് ചെയ്യണം. കഠിനാധ്വാനം ചെയ്ത് നിരന്തരമായ വർഷങ്ങളുള്ള അധ്വാനം കൊണ്ടാണ് പലരും വലിയ നിലയിൽ എത്തിച്ചേരുന്നതും സാമ്പത്തിക ഒരു സുസ്ഥിരത ഉണ്ടാവുന്നതും. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇതുപോലുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. അതിൻ്റെ വരുംവരായങ്ങൾ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും പോയി ചാടുന്നത്. അപ്പോൾ പോലീസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം കേസുകൾ 20 വർഷം വരെ ശിക്ഷ കിട്ടും. 10 വർഷത്തിന് മുകളിൽ 20 വർഷം വരെ ശിക്ഷ കിട്ടും. അത്രയും വലിയ ശിക്ഷയുള്ള കേസുകളാണ് ഈ ഡ്രഗ് കാരിയർ ആയാലും വിറ്റാലും എല്ലാം നമുക്ക് നിലവിൽ ഇവിടെ ഇന്ത്യൻ നിയമത്തിൽ പ്രകാരം കിട്ടാവുന്നത്. പക്ഷേ ഈ നിരപരാധികളായിട്ടുള്ള കുട്ടികളും ഇതിലേക്ക് വരുന്നില്ലേ സാറേ? ഇപ്പോൾ ഒരു കേസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തെങ്ങണത്തേക്ക് ഒരു ന്യൂസ് കണ്ടിരുന്നു. ഒരു നിരപരാധിയായ ഒരു കുട്ടി ഇതുപോലെ കേസിലേക്ക് പെടുകയും അവൻ പിന്നീട് അത് ഫ്യൂച്ചറിൽ ബാംഗ്ലൂർ പഠിച്ചു എന്നുള്ളതാണ് അവൻ ചെയ്ത തെറ്റ്. ബാംഗ്ലൂർ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇതുപോലെ ലഹരിക്ക് അടിമകളാണോ? അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക ഇതിൽ? അല്ല, ഇതിന് നിരപരാധി എന്ന് പറയുന്ന ഒരു ആൾ ഒരിക്കലും ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ പോലീസ് മനഃപൂർവ്വം കേസിൽ പ്രതിയാക്കി അങ്ങനെ അറസ്റ്റ് ചെയ്യാറില്ല. ബാംഗ്ലൂരിൽ പഠിച്ചു എന്നും പറഞ്ഞ് ആരെയും അങ്ങനെ അറസ്റ്റ് ചെയ്ത സംഭവം നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആൾക്കാർ ഒരുപാട് പേര് ബാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ബാംഗ്ലൂർ എന്ന ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലേക്ക് കൂടുതലും ഈ ഡ്രഗ് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. പക്ഷേ എന്ന് വെച്ച് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്നവരോ മറ്റ് സ്റ്റേറ്റുകളിൽ പഠിക്കാൻ പോകുന്നവരൊന്നും എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരാണെന്നില്ല. ഇത് വളരെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആൾക്കാരേ ഉള്ളൂ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നുള്ളൂ. അപ്പോൾ ഡ്രഗിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ 3 ലെവലിലാണ് ഇതിൻ്റെ ഇപ്പോൾ പ്രവർത്തനം പ്രധാനമായിട്ടും പോലീസ് ചെയ്യുന്നത്. ഒന്ന് പ്രിവെൻഷൻ തന്നെയാണ്. അതായത് ഡ്രഗ് കൊണ്ടു നടക്കുക, വിൽക്കുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കുക, അറസ്റ്റ് ചെയ്ത് നിയമത്തിൽ മുന്നിലെത്തിക്കുകയും പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ലെവൽ. രണ്ടാമത്തെ ഫോൾഡ് എന്ന് പറയുന്നത് അവയർനെസ് കൊടുക്കുക. ഇതിനെ സംബന്ധിച്ച് അറിവില്ലാത്ത ഇപ്പം നിലവിൽ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് സ്കൂൾ ലെവലിൽ, കോളേജുകളിൽ, മറ്റ് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലെല്ലാം നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അവയർനെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവയർനെസ് കൊടുക്കുക എന്നുള്ളത് ഇവരെ ഇതിൻ്റെ നിയമവശങ്ങൾ മനസ്സിലാക്കുക, ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാലുള്ള അവസ്ഥ മനസ്സിലാക്കുക, ഇതിൻ്റെ ശിക്ഷ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി കൊടുത്ത് അവരെ ഇതിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്ത് നിർത്തുക, ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് ഈ ബോധവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ലെവലെന്ന് പറയുന്നത് ഇതിനകത്ത് പെട്ടുപോയ ആൾക്കാർ, അവർ ഒരു തവണ ചിലപ്പോൾ ഉപയോഗിച്ചവരായിരിക്കാം, അല്ല ഒരു തവണ കേസിൽ പെട്ടുപോയവരായിരിക്കും. അങ്ങനെയുള്ളവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് 3ാം ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോട്ടയം ജില്ലയിൽ തന്നെയാണെങ്കിൽ 12 ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. ഈ 12 ഡി അഡിക്ഷൻ സെൻ്റർ എന്ന് പറഞ്ഞാൽ ഇവരെ ഡി അഡിക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇവരെ റിക്കവർ ചെയ്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പോലീസും എക്സൈസും ചെയ്യുന്നുണ്ട്. ഇത് എത്ര വയസ്സുള്ള കുട്ടികളാണ് സാർ? ഇതിനകത്ത് എല്ലാ ഏജ് ഗ്രൂപ്പുകാരും ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ 18 വയസ്സ് താഴെയുള്ളവർക്ക് തന്നെയായിട്ടൊരു ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്, സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതുണ്ട്, പിന്നെ അല്ലാതെയുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. അത് ഗവൺമെൻറ് സെക്ടറിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട്. ഇപ്പോൾ ഈ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് സ്റ്റഫുകൾ ഉപയോഗിക്കുന്ന കുട്ടികൾ കൂടുതലാണെന്നാണോ സാർ പറയുന്നത്? അല്ലല്ല, അങ്ങനെയല്ല. കോട്ടയം ജില്ല കമ്പാരിറ്റീവ്ലി മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറവാണ്. കോട്ടയം ജില്ലയിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ പൊതുവെ വളരെ കുറവാണ്. എക്സൈസ് കൂടുതൽ ആക്ട് ചെയ്യുന്നുണ്ട്. കോട്ടയം ജില്ലയിലേക്ക് വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് പിടിക്കാൻ കഴിയുന്നുണ്ട്. ബൾക്കായിട്ട് വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പിടിക്കാറുണ്ട്. അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കാറുണ്ട്. അതുകൊണ്ട് കോട്ടയം ജില്ലയിലോട്ട് വരാൻ എല്ലാവർക്കും ഒരു മടിയുണ്ട്. ഈ ലഹരിക്കെതിരെ നമ്മൾ കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ സാറേ? ഉണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ പുറത്ത് വിടാതെ കഞ്ചാവ് അല്ലെങ്കിൽ MDMA ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ കൈമാറ്റം ചെയ്യപ്പെടുന്നതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള വിവരം പോലീസിനെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പോലീസിനെ അറിയിക്കാവുന്ന ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിന് പ്രത്യേകതയുണ്ട്. അതാണ് ആരാണ് വിളിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ആ വാട്സപ്പ് മാത്രമേ ഉള്ളൂ, വിളിയില്ല, നോ കോൾ. യു ക്യാൻ സെൻഡ് എ മെസ്സേജ് ആൻഡ് യു ക്യാൻ സെൻഡ് വീഡിയോസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിനകത്ത് ഇത് ആരാണ് സെൻഡറെന്ന് ഇത് പരിശോധിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നമ്പറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാം. അങ്ങനെ ധാരാളം ഇൻഫർമേഷൻ നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട്. അതൊരു സെൻട്രലൈസ്ഡ് നമ്പറാണ്. അപ്പോൾ ആ നമ്പറിൽ കിട്ടുന്ന ഇൻഫർമേഷൻ അവർ നോക്കിയിട്ട് ഏത് ജില്ലയാണെന്ന് നോക്കിയിട്ട് ആ ജില്ലയ്ക്ക് കൊടുക്കും. അപ്പോൾ ആ ജില്ലയിൽ നമ്മളത് വർക്കൗട്ട് ചെയ്ത് അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കും. അങ്ങനെ നമുക്ക് ഒത്തിരി കേസുകൾ ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്പർ എന്ന് പറയുന്നത് യോദ്ധാവ് എന്ന് പറഞ്ഞ പേരിലാണ് നമ്പർ അറിയപ്പെടുന്നത്. 999 59 666
66. അപ്പോൾ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ യോദ്ധാവ് എന്നുള്ള ഈ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കേണ്ട. വാട്സപ്പ് ചെയ്യുകയോ വീഡിയോയോ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുക. അപ്പോൾ അയച്ചു കൊടുക്കുമ്പം കൃത്യമായിട്ട് നിങ്ങൾ പറയണം ഇന്ന ജില്ലയിലാണ്, കാരണം ഇത് സെൻട്രലൈസ്ഡ് കേരള ഒറ്റ നമ്പറാണ്. അപ്പം ഇന്ന ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ, കോട്ടയം ടൗണിൽ, ഇന്ന KSRTC ബസ് സ്റ്റാൻഡിൽ എന്നും പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിക്കുകയും ജില്ലാ പോലീസ് മേധാവി ഉടൻ തന്നെ അതിൻ്റെ അകത്ത് ആക്ഷൻ എടുക്കുകയും ചെയ്യും. ആ പറയുന്ന ആളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പുറത്തു വിടും, ആർക്കും അറിയത്തില്ല, ആർക്കും അറിയില്ല, ഇത് ആരാണ് അയക്കുന്നതെന്ന് അറിയത്തില്ലാത്ത രീതിയിലാണ് ഈ നമ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കുകയല്ല, മെസ്സേജുകൾ പാസ് ചെയ്യാം. ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട, കാരണം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ തരാൻ എല്ലാവർക്കും പേടിയാണ്, ഭയമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഭയക്കണ്ട, ഞങ്ങളുണ്ട്, നിങ്ങൾ അയച്ചു, നിങ്ങളുടെ ഐഡന്റിറ്റി പോലും റിവീൽ ആവില്ല എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ കേസുകളിൽ വരുന്ന കുട്ടികൾ, ഇപ്പോൾ എന്തെങ്കിലും ഡ്രഗ് സ്റ്റഫ് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഫ്യൂച്ചറിൽ അവർക്കൊരു ഗവൺമെൻറ് ജോബ് വേണം, അല്ലെങ്കിൽ പാസ്പോർട്ടിന് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ, അതാണ് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അതാണ് നമ്മളൊരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിന്ന് ഒരു നിങ്ങൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും ഇന്നൊരു സ്വകാര്യ സ്ഥാപനത്തിൽ പോലും ജോലി വേണമെങ്കിൽ പോലീസ് എത്ര സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ വേണം പോലീസ് സ്റ്റേഷനിൽ നിന്ന്, PCC എന്ന് പറയും, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. നിങ്ങളത് ചെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ അപേക്ഷ കൊടുത്തു കഴിയുമ്പം അവിടെ ഇരിക്കുന്ന പോലീസുകാർ നിങ്ങളുടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുമ്പം നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ കേസ് ഉണ്ടെങ്കിലും അതിനകത്ത് കിട്ടും. അങ്ങനെ നെറ്റ്വർക്ക് കണക്റ്റഡ് ആണ്. അപ്പം നിങ്ങൾക്കൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരു കേസ് ഉണ്ടെങ്കിൽ ജോലി കിട്ടത്തില്ല. അപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങളുടെ കേസിൽപ്പെട്ടാലും ഏത് കേസിൽപ്പെട്ടാലും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ട്. അത് പുതിയ തലമുറ ഏറ്റവും അധികം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഒരു സംഭവം ഞാൻ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു DYSP, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി, അപ്പം നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടി, അവിടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു, ഒരു പയ്യനോട് ഉറപ്പിച്ചു. വെൽ സെറ്റിൽഡ് ചെറുക്കനാണ്, പെണ്ണും വെൽ സെറ്റിൽഡാണ്. കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഈ കുട്ടിയുടെ അമ്മയും കൂട്ടി ഒരു DYSPയുടെ അടുത്ത് ചെല്ലുന്നു. ഞാൻ DYSPയോട് പറഞ്ഞു, ഞാൻ ഇന്ന പയ്യനായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് സാർ, എനിക്ക് ഈ പയ്യന് കേസ് വല്ലതും ഉണ്ടോ നോക്കി പറയാമെന്ന് ചോദിച്ചു. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ DYSP പയ്യൻ്റെ അഡ്രസ്സ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൂടെ MDMA കേസിൽ പ്രതിയാണ്. അപ്പോൾ ആ കല്യാണം ഒഴിവായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിലും മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഇത്തരം കേസുകളിൽ പ്രതിയായെങ്കിൽ പെണ്ണ് കിട്ടാനും പാടാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ പാസ്പോർട്ടിന് വേണമെങ്കിലും, പിന്നെ വിദേശത്ത് പോയി രക്ഷപ്പെടാന്ന് വെച്ചു, വിദേശത്ത് പോയി രക്ഷപ്പെടാൻ പാസ്പോർട്ട് വേണം, ഗവൺമെന്റ് ജോലിക്ക് വേണം, PCC വേണം, പാസ്പോർട്ടിന് PCC വേണം, ഈ കാര്യത്തിലെല്ലാം PCC വേണം. അപ്പം ഈ PCC വേണമെങ്കിൽ നിങ്ങൾ കേസിൽ പെടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ NDPS കേസുകളിൽ ഇപ്പോൾ പിള്ളേർ സെറ്റ് 18 വയസ്സ് 25 വയസ്സുള്ളവർ അറിവില്ലായ്മ കൊണ്ട് ഒരു കേസിൽ പെട്ടു. ചെറിയ കേസാണെന്ന് വെച്ചു. സോ NDPS 3 കാറ്റഗറി ഉണ്ട്: സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയും. അപ്പോൾ ഈ സ്മോൾ ക്വാണ്ടിറ്റി കേസുകളിൽ പെട്ട ഒരു കുട്ടിയാണെങ്കിൽ, 25 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ, നമ്മൾ അവിടെ നിയമത്തിൻ്റെ ഒരു ലീനിയൻസി അവർക്കുണ്ട്. അവർ ഒരാഴ്ച 4 ദിവസം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അവിടെ ട്രെയിനിങ് ഉണ്ട്. അതിന് നമ്മുടെ DHS സെൻ്റർ ഉണ്ട്, പാലായിൽ വിമുക്തി എന്നും പറഞ്ഞൊരു സെൻ്ററുണ്ട്, സർക്കാരിൻ്റെയാണ്. അപ്പോൾ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വരും. 4 ദിവസം വിജയകരമായിട്ട് ക്ലാസ് അറ്റൻഡ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വരും. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ കോടതി കൊടുത്തിട്ട് അയാളുടെ പേരുള്ള കേസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കും. അത് ഈ 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള ഫസ്റ്റ് ഒഫൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് പ്രധാനമായിട്ടും നമ്മളത് ചെയ്യുന്നത്. പക്ഷെ അത് പിന്നീട് അവൻ ലഹരി ഉപയോഗിച്ച് കേസുകൾ വരികയും ചെയ്യരുത്, പിന്നെ വന്നു കഴിഞ്ഞാൽ പോയി. അപ്പോൾ ഇങ്ങനെ അബദ്ധത്തിൽപ്പെടുന്ന, നിയമത്തിൻ്റെ പരിജ്ഞാനം ഇല്ലാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാദൃശ്യമായിട്ട് അബദ്ധത്തിൽപ്പെടുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള NDPS-നകത്തുള്ളൊരു പ്രൊവിഷനാണ് 64A എന്നും പറഞ്ഞൊരു പ്രൊവിഷനുണ്ട്. ആ പ്രൊവിഷനാണ് അങ്ങനെ സംരക്ഷിക്കപ്പെടാം. ഈ മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ മാതാപിതാക്കൾ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികളുണ്ടാകുന്ന ഏറ്റവും ചെറിയ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന മാതാപിതാക്കൾക്കാണ്, പ്രത്യേകിച്ച് അമ്മമാരാണ് മക്കളുമായിട്ട് അപ്പന്മാരെക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ നല്ല ചിരിച്ച് കളിച്ച് നടക്കുന്നൊരു കുട്ടി പെട്ടെന്ന് അവന് ചിരി അല്ലെങ്കിൽ ചിരി കുറയുന്നു, സംസാരം കുറയുന്നു. എല്ലാവരോടും ചിരിച്ചും സംസാരിച്ച് നടക്കുന്നൊരു കുട്ടി പെട്ടെന്ന് ചിരി കുറയുകയാണ്, അത് സംസാരം കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അത് 2 കാര്യമായിരിക്കും. ഒന്ന്, ചിലപ്പോൾ ആ കുട്ടി സെക്സ്വലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് പോയിട്ടുണ്ടാവും. നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിൽ പുറകോട്ട് പോകുന്നു, തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതിനകത്ത് ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പം നേരത്തെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിൽ അപ്പനും അമ്മയോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മുറി കയറി വാലടച്ചിരിക്കുക, വളരെയധികം ശ്രദ്ധിക്കണം. മുറി കയറി വാലടച്ചിരിക്കുമ്പോൾ അതിനകത്തൊരു അപകട സാധ്യതയുണ്ട്. അപ്പം ആ ഒരു പ്രൈവസി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രൈവസി എന്തിനു വേണ്ടിയിട്ടാണ്?
അത് ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടിയായിട്ടുള്ള ആൾക്ക് പ്രൈവസിയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് അതിനകത്ത് ഇടപെടുന്നതിന് ഇടപെടാൻ പറ്റത്തില്ല, പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും അമ്മമാർ ശ്രദ്ധിക്കണം. ഈ അമ്മമാർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ഉറങ്ങുന്നത് സാധാരണഗതിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ സമയം ഉറങ്ങുന്നു. രാവിലെ 6 മണിക്ക് എണീറ്റിരുന്നവൻ 8 മണിക്ക് എണീക്കുന്നു തുടർച്ചയായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിനകത്ത് എന്തോ ഒരു മാറ്റം ആ കുട്ടിയിൽ വന്നിട്ടുണ്ട് എന്ന് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗൺസിലിംഗ് സെൻറ്റേഴ്സുകൾ ഇഷ്ടംപോലെയുണ്ട്. നല്ല നല്ല കൗൺസിലർമാർ അടുത്ത് പോയാൽ കൗൺസിലിംഗ് ചെയ്ത് മാറ്റിയെടുക്കാവുന്ന. മാതാപിതാക്കൾ കുട്ടികളോട് സംസാരങ്ങൾ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഈ ഡിജിറ്റൽ മീഡിയ വന്നു കഴിഞ്ഞപ്പം നമ്മളിപ്പോൾ കൂടുതലും സമയം എല്ലാവരും മൊബൈലിലാണ്. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസിൽ വന്നതിന് ശേഷം ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരുപാട് വന്നിട്ടുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് കുടുംബത്തിനുള്ളിലേക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ, കുട്ടികളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നുപോയത്. അപ്പോൾ ഈ കുട്ടികളിലുള്ള ഈ ഇതുപോലുള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ പോലീസ് സംവിധാനം ഇപ്പോൾ പുതിയൊരു സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. DDAD എന്ന് പറയും. DDAD ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ അതിൻ്റെ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഒരു കോർഡിനേറ്റർ ഉണ്ട്. അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ മൊബൈൽ ഡി അഡിക്ഷൻ ആയിട്ടുള്ള ആൾക്കാരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനെ സംവിധാനമുണ്ട്. അതിന് 9497-900-200 എന്ന് പറഞ്ഞ ഒരു നമ്പറാണ് നമ്മളിപ്പോൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ നമ്പർ 9497-900-200 എന്ന് പറയുന്ന നമ്പർ ശരിക്കും ചിരി എന്ന് പറയുന്ന നമുക്കൊരു സംവിധാനമുണ്ട്. ചിരി അതായത് കുട്ടികളിലെ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇപ്പോൾ അവർക്ക് മെൻ്റൽ സ്ട്രെസ്സ്, ഇമോഷണൽ പ്രോബ്ലംസ്, ആൻസൈറ്റി, പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുട്ടികളുണ്ടാവും, അല്ലാതെ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ നമ്പർ വിളിക്കാം. പരീക്ഷ പേടിയുള്ളവർക്ക് വിളിക്കാം. ഈ ഇത് ചിരി എന്ന് പറഞ്ഞ് ആ നമ്പറിൻ്റെ ഇട്ട് ചിരിയാണ്. ആ കഴിഞ്ഞാൽ സ്ട്രെസ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ സ്ട്രെസ്. ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും 18 വയസ്സുള്ള കുട്ടികൾക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പരീക്ഷാ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമ്പർ വിളിച്ച് വർത്താനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ റിലാക്സ് ആകും. അപ്പോൾ അവരെ ചിരിപ്പിക്കും. അവിടെ ഇരിക്കുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലുള്ള സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ആ കൈകാര്യം ചെയ്യുന്നത്. അത് വളരെ എൻലിയൻ്റ് ആയിട്ട് അവരത് കൈകാര്യം ചെയ്യും. നമ്മുടെ കുട്ടികളുടെ അവരെ ആ സ്ട്രെസ് മാറ്റി ഒരു ചിരിയിലേക്ക് മാറ്റിയെടുക്കും. ഇപ്പോൾ ഈ എയുടെ വരവോട് കൂടി ഒരുപാട് പ്രശ്നങ്ങൾ കാര്യം ഇപ്പോൾ മോർഫിംഗ് കേസുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കുട്ടികളിലൊക്കെ ഉണ്ടാകുന്നില്ലേ? കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിലൊക്കെ തന്നെയാണല്ലോ കുട്ടികൾ ഇതുപോലെ പാടികളായ പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കുട്ടികളിലുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പം നമ്മളത് ഇപ്പോൾ 18 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ആ രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു സോഷ്യൽ ഇവിളാണത്. നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി അവർ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ കുട്ടികൾ പെട്ടെന്ന് ഈ അനുകരിക്കാൻ കുട്ടികൾക്ക് താല്പര്യം കൂടുതലാണ്. പല പല സിനിമകളിൽ കണ്ടിരിക്കുന്ന പോലീസ് ഹീറോയിസം കണ്ടിട്ട് പോലീസുകാരനാകണമെന്നുള്ളൊരു ആഗ്രഹമുള്ള പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും സാറിനെ സമീപിച്ചിട്ടുണ്ടോ? സാറിനെ പോലെ ആവണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ DYSP ആകണം എന്നുള്ള ആഗ്രഹത്തിൽ ഏതെങ്കിലും കുട്ടികൾ വന്നിട്ടുണ്ടോ? യെസ് ധാരാളം. നമ്മളിങ്ങനെ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ വർഷം 2025 തന്നെ 100-ലധികം ക്ലാസ് കോളേജ്, സ്കൂള്, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ നമ്മളെ കുട്ടികളോട് പ്രധാനമായിട്ട് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കുട്ടികളുടെ ലക്ഷ്യം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികളൊക്കെ നമ്മളോടൊന്ന് നേരിട്ട് പേഴ്സണലി സംസാരിക്കും. അവരുടെ ആഗ്രഹങ്ങൾ പറയും, ഇന്നതാകണമെന്ന് ആഗ്രഹം എന്നൊക്കെ പറയും. അപ്പോൾ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പോലീസ് ഉദ്യോഗം ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒരു കുട്ടിക്ക് പോലീസുകാരനാകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവൻ ചെയ്യണം? സാർ നല്ലോണം പഠിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ പോലീസ് എന്ന് പറയുമ്പോൾ 3 ലെവലിലുള്ള നിയമനമാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് കോൺസ്റ്റാബിളറി ലെവലിൽ കയറുന്നു, CPO ആയിട്ട്. അതെല്ലാം PSC വഴിയാണ് അതിൻ്റെ ടെസ്റ്റ്. PSC വഴി ആദ്യം റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടറായിട്ട് ഡയറക്റ്റ് കയറാം. അതും ഇതുപോലെ ടെസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ഈ 3 ഘടകമാണ്. മൂന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ IPS ആണ്. അത് നമ്മൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതി കിട്ടുന്നതാണ്. അതിനകത്തും ഈ പറയുന്ന പോലെ ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 പ്രിലിമിനറി ഉണ്ട്, മെയിൻ 2 പരീക്ഷയുണ്ട്, അതിനുശേഷം ഇൻ്റർവ്യൂ. ഈ സിനിമകൾ പോലീസ് സ്വാധീനിക്കുന്നുണ്ടോ? കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടോ സിനിമകൾ? തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല സിനിമകൾ, മോശം സിനിമകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം വരുന്നുണ്ട്. ഈ സിനിമകളിലെ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ തല്ലുമാല എന്ന് പറഞ്ഞ സിനിമ തല്ലുമാല എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം അടികൾ കൂടി, കൂട്ടയടികൾ ഒരുപാട് കൂടി. അത് പക്ഷേ അത് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കുറേ അടിയുണ്ടായി. ഉത്സവ പറമ്പുകളിൽ, പെരുന്നാൾ സ്ഥലങ്ങളിൽ, അതുപോലെ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ അതുപോലെ കൂട്ടയടികൾ ഒരുപാടുണ്ടായി. അപ്പോൾ സിനിമകളെ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു കലാരൂപമാണ്. അതിൻ്റെ അകത്ത് ഇപ്പം ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സിനിമകൾ, അതിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും അഭിപ്രായം പലയിടത്തും പല വേദികളിലും പങ്കുവച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ സിനിമകളിൽ അങ്ങനെ അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കുന്ന തെറ്റായൊരു മെസ്സേജ് രീതിയിൽ വരുന്നുണ്ട്. അതങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ ഡിജിറ്റൽ അറസ്റ്റിലേക്ക് വരാം നമ്മൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത്രയും വിദ്യാഭ്യാസം കൂടിയ ആൾക്കാരുള്ള നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള അറസ്റ്റുകൾ കൂടുതലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പോലീസ് എങ്ങനെയാണ് ഇടപെടുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു കേസ് ഉണ്ടായി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മളിത് പോലീസും സെൻട്രൽ ഗവൺമെൻറ്റും ധാരാളം ഇതിനകത്ത് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. മീഡിയ വഴിയും, എല്ലാ മീഡിയ വഴിയും, സോഷ്യൽ മീഡിയ വഴിയും ഒരുപാട് പബ്ലിസിറ്റി കൊടുക്കുന്നു. ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്ത് അത് നമ്മുടെ പോലീസിൻ്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. ഒരുപാട് പേര് ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒക്കെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അവയർനെസ്സിൻ്റെ കുറവാണ്. ഇപ്പോൾ എന്നെ പോലെ ഒരാൾ യൂണിഫോം ഇട്ട് ഒരാൾ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ വീഡിയോ കോൾ വിളിക്കുന്നു, നിങ്ങളുടെ പാൻ നമ്പർ അത് ഇതെല്ലാം ചോദിക്കുന്നു, ബാങ്ക് അക്കൗണ്ട് നമ്പർ പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപ അടപ്പുണ്ട്, അതിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറയുന്നു. ഒരിക്കലും ഒരു പോലീസോ അല്ലെ ബാങ്ക് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടത്തില്ല. ഡിജിറ്റൽ അക്കൗണ്ടിനെതിരെ നമ്മൾ വ്യാപകമായ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. അതിനകത്തൊരു ഇതുപോലുള്ള തട്ടിപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്ന ഒരു നമ്പറാണ് 1930 എന്ന് പറയുന്ന നമ്പറുണ്ട്, ടോൾ ഫ്രീ നമ്പറാണ്. ഈ 1930 എന്ന് പറയുന്ന ക്ലിപ്പിൽ ലൈനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയെന്ന് വെക്കുക, 1 മണിക്കൂറിലെല്ലാം ബന്ധപ്പെടുന്നെങ്കിൽ നമുക്ക് ഈ പൈസ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെ സംബന്ധിച്ച് നമ്മൾ വൈഡായിട്ടുള്ള പബ്ലിസിറ്റിയും ബോധവൽക്കരണവും സെൻട്രൽ ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും നല്ല വിദ്യാസമ്പന്നരായ ആൾക്കാർ ഉൾപ്പെടെ നിരവധി ആൾക്കാർ, കോടികളാണ് ആൾക്കാരുടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക കൂടുതൽ ഇരട്ടി കാശ് വേണമെന്നുള്ള ആഗ്രഹത്തിൽ പ്രധാനമായിട്ട് അത് തന്നെയാണ് എൻ്റെ കാരണം. ആർത്തി, പണത്തോടുള്ള ആർത്തിയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ 1 കോടി രൂപ ഇരിപ്പുണ്ട്. ഇപ്പം എനിക്ക് 60 വയസ്സുണ്ട്, അല്ല 7 വയസ്സുണ്ട്. എൻ്റെ കയ്യിൽ 1 കോടി രൂപ ബാലൻസും ഉണ്ട്, മറ്റ് ബാധ്യതകളൊന്നുമില്ല. ഈ 1 കോടി രൂപ പോരെ എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ. അത് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അതിന് ഇൻട്രസ്റ്റ് ആയിട്ട് ജീവിക്കാം. അപ്പോൾ ഈ 1 കോടി രൂപ 5 കോടിയാക്കി മാറ്റാനായിട്ട് ഒരാൾ സുപ്രഭാതത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് അങ്ങ് വീഴുകയാണ്. അപ്പോൾ പണത്തോടുള്ള ആ ഒരു ആർത്തി മനുഷ്യന് ആണ് ഇതുപോലുള്ള അപകടങ്ങളിൽ കൊണ്ട് ചാടുന്നത്. നിങ്ങളിപ്പോൾ 1 കോടി രൂപ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ 3 കോടി രൂപ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ ഈ 2 കോടി രൂപ ഇവനെ എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്? അത് നമ്മൾ ചിന്തിക്കണ്ടേ? ഒരു മിനിമം കോമൺ സെൻസ് നമ്മൾ അപ്ലൈ ചെയ്യണ്ടേ? അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ വിദ്യാസമ്പന്നരായ നല്ല നല്ല പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പണം നഷ്ടപ്പെട്ട സംഭവങ്ങളുണ്ട്. ഗെയിമിങ്ങിലേക്ക് വരാം. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഗെയിമിൽ അഡിക്റ്റഡ് ആണ്. അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഒരു ഉപദേശം കൊടുക്കേണ്ടത്? എങ്ങനെയാണ് അല്ലെങ്കിൽ ഗെയിമിന് ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇന്ത്യയിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഗെയിമിങ്ങിൻ്റെ അഡിക്ഷനിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഗെയിം സൈറ്റുകളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അടുത്ത കാലത്ത് ബാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗെയിമിൻ്റെ ഒരു പ്രോത്സാഹനമൊക്കെ എല്ലാ മേഖലകളിലും കുറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ആ ഒരിടയ്ക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഭയങ്കര ഡൗൺ ട്രെൻഡാണ്. ഗെയിമിങ്ങിന് അഡിക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു ഡൗൺ ട്രെൻഡിലാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ ലൈവ് ചെയ്തിട്ട് അവർ ചാറ്റ് പോലെയുള്ള സംഭവം, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തൊപ്പിയൊക്കെ പോലെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് തന്നെ ഒരു മഴയത്ത് കിളിർത്ത് വരുന്ന തകരകൾ ഇതൊക്കെ അതിനൊന്നും അധികം ആയുസില്ല. അപ്പോൾ ആ തൊപ്പിയുടെ ഒക്കെ കാര്യം നമുക്കറിയാമല്ലോ. നിയമത്തിൻ്റെ പിടിയിൽപ്പെട്ടു, അവസാനം മറ്റു മാർഗ്ഗമില്ലാതെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടെന്നാണ്. അതെ. അപ്പോൾ അവർ നല്ലതോ മോശമായിട്ടുള്ള 2 അഭിപ്രായങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് കുട്ടികളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? അവർ അഡിക്റ്റഡ് ആവുന്നുണ്ടോ? അല്ല, നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. എനിക്കിപ്പം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാം, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കെന്നും പറഞ്ഞ് നിങ്ങളെ, അതൊരു മോട്ടിവേഷനാണ്. വണ്ടി ഓവർ സ്പീഡിൽ ഓടിച്ച് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ് റീൽസോ പോലെ കാണുന്നുണ്ട്. നീ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുന്നു. ഇതൊന്നും മോട്ടിവേഷനല്ല. മോട്ടിവേഷൻ ആണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് എഗനിസ്റ്റ് ലോ ആണ്. നമ്മളൊരു സിറ്റിസൺ എന്ന നിലയിൽ ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാനും അത് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ഒരാളെ നിയമലംഘനം നടത്തുമ്പോൾ അപ്പുറത്ത് 10 പേർക്ക് അപകട സാധ്യത കൂടുതലാണ്. ഇപ്പം നമുക്കിവിടെ കേരളത്തിൽ ഈ ആക്സിഡൻറ്റ് റേറ്റ് വളരെ കൂടുതലാണ്. ആക്സിഡൻറ്റ് റേറ്റിൻ്റെ കൂടുന്നതിന് കാരണം മറ്റൊന്നുമല്ല,
ഈ അപാകമായിട്ടുള്ള വാഹനം ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മുടെ കൂടുതൽ ആൾക്കാരും നല്ല ട്രാഫിക് സംസ്കാരമുള്ള ആൾക്കാരാണ് മലയാളികൾ. എന്നാൽ കുറച്ച് പേര്, വളരെ കുറച്ച് ആൾക്കാരാണ് ട്രാഫിക് സംസ്കാരം തെറ്റായിട്ട് വാഹനം ഓടിക്കുന്നത്. ഈ ഒരാളിപ്പം നല്ല രീതിയിൽ വാഹനം ഓടിച്ചു പോകുന്നത് എനിക്കിട്ട് വന്ന് വേറെ വന്ന് കയറി വന്ന് ഇടിച്ചു കഴിഞ്ഞാലും വിക്ടിം ഞാനാണ്. അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പാലായിൽ ബൈപ്പാസ് റോഡിലൊരു സംഭവമുണ്ട്. ഒരു കാറുകാരൻ 2 ബൈക്കുകാരെ ഇടിച്ചെറിപ്പിച്ചു. 3 പേര് മരിച്ചു, 4 പേര് മരിച്ചു, 3 പേര് മരിച്ചു. അപ്പം അവന് അമിതമായ സ്പീഡിൽ വണ്ടി ഓടിച്ചു. അപ്പോൾ അമിതമായ സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന കൂട്ടത്തിൽ ഇരിക്കുന്നവരെ കാണിക്കാനും ത്രില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് ഒരിക്കലും നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. എഗനിസ്റ്റ് ദ ലോ ചെയ്യുന്നതൊന്നും മോട്ടിവേഷനല്ല, അത് ഡിസ്ട്രക്റ്റീവ് മോട്ടിവേഷൻ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ജെൻസി കുട്ടികൾക്ക് ഒരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞാൽ സാർ എന്ത് ഉപദേശമായിരിക്കും കുട്ടികൾക്ക് കൊടുക്കുക? നമുക്ക് മഹാഭാരതത്തിലൊരു കഥയുണ്ട്. ഭസ്മാസുരൻ എന്നും പറഞ്ഞ ഒരു ആൾ ഇങ്ങനെ വലിയ തപസ് നടത്തി കഴിഞ്ഞിട്ട് അവസാനം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരുത്തി കഴിഞ്ഞപ്പോഴത്തേനൂടെ ഭസ്മാസുരൻ പറഞ്ഞു, എനിക്ക് ലോകത്തിലെ എല്ലാ അറിവുകളും എൻ്റെ വിരൽത്തുമ്പിൽ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവിനോട് നീ പോയി നശിച്ചു പോകണമെന്ന് പറഞ്ഞാണ് വരം കൊടുക്കാതെ പറഞ്ഞു കിട്ടും എന്നാണ് കഥ. ഇന്ന് നമുക്ക് ലോകത്തുള്ള എല്ലാ വിവരവും നമുക്ക് വിരൽത്തുമ്പിൽ കിട്ടും. എല്ലാ വിവരങ്ങളും നമുക്ക് വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ഒരു ലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞ പുതുതലമുറ ജൻസി കുട്ടികൾ വളരെ ഭാഗ്യവാന്മാരാണ്, മിടുക്കന്മാരാണ്. അവർക്ക് വളരെ വലിയ വിഷൻസ് ഉള്ളവരാണ്. അപ്പോൾ ആ വിഷൻസും അവരുടെ കഴിവുകളുമൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ, സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കും അത് പൊതുസമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കാനായിട്ട് അവർക്ക് കഴിയണം. അതാണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം. ഇപ്പോൾ ഈ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഇപ്പം വിദേശത്തേക്ക് പോകുന്ന ആൾക്കാരുടെ ബാഗിലൊക്കെ ഈ ഡ്രഗ് സ്റ്റഫുകളൊക്കെ അവർ പോലും അറിയാതെ കൊടുത്തു വിടുന്നുണ്ട്. പക്ഷേ അവർ വേറെ രാജ്യത്താകുമ്പോൾ അവർ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നായിരിക്കും അത് കൊടുക്കുക. ഇതിനെങ്ങനെയാണ് നമ്മളൊരു ബോധവൽക്കരണമായിട്ട് ചെയ്യാൻ പറ്റുക? അത് നമ്മൾ തന്നെ നമ്മുടെ ബാഗ് തീർച്ചയായിട്ടും സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് കാര്യം. വേറെ ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. നമ്മുടെ ബിലോങ്സ് നമ്മൾ സേഫായിട്ട് കൊണ്ടുപോവുക. നമ്മളവിടെ എയർപോർട്ടിൽ അല്ലെങ്കിൽ എവിടെയാണോ യാത്ര ചെയ്യുന്ന നമ്മുടെ ബിലോങ്സിൽ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ അതിനകത്ത് ഒരു മറ്റൊന്നും വരാത്ത രീതിയിൽ നോക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പം നമ്മളറിയാതെ ഇതിനകത്ത് മറ്റൊരു ഒബ്ജക്റ്റ് വരാതിരിക്കുക, അല്ല പരിചയമില്ലാത്തവർ തരുന്ന സാധനങ്ങൾ സ്വീകരിക്കാതിരിക്കുക. അങ്ങനെയുള്ള ഇപ്പം വിദേശത്തേക്ക് പോകുന്നവർക്ക് കൊടുത്തു വിടുക, എൻ്റെ അവിടെ കൊടുക്കാൻ ഇവിടെ എത്ര പരിചയമുള്ളവരാണെങ്കിലും തന്നുവിടുന്ന സാധനങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടേ കൊണ്ടുപോകാൻ പാടുള്ളൂ. കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കൾ മേടിക്കാതിരിക്കുകയാണ് ഏറ്റവും സേഫ്. പിന്നെ നമ്മുടെ ബിലോങ്സ് എപ്പോഴും നമ്മൾ സേഫായിട്ട് സൂക്ഷിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടെ നിൽക്കുന്നവർ തന്നെ ആയിരിക്കും നമ്മൾ ചതിക്കുന്നത് ഈ ഡ്രഗ് സ്റ്റഫുകൾ വെച്ചിട്ട് തന്നെ. ഡ്രഗ് സ്റ്റഫ് മിക്കപ്പോഴും അങ്ങനെയായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സുകളെ കുറിച്ചൊന്ന് പറയാൻ. ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പ്രയോജനകരമായ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഞാൻ പറയാം. ഒന്ന് 112 തന്നെയാണ്. 112 ഏത് അപകട സാഹചര്യത്തിലും നമുക്ക് വിളിക്കാവുന്നതാണ്. പോലീസിനെ നിങ്ങൾക്ക് കുറ്റകൃത്യം ഇൻഫോം ചെയ്യണമെന്ന് പെട്ടെന്ന് പോലീസിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമുള്ള സാഹചര്യത്തിലൊക്കെ ഉപയോഗിക്കാവുന്ന നമ്പറാണ് 112. അതിലേക്ക് ബന്ധപ്പെടാം, പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ സഹായം ലഭിക്കും. പിന്നെ ഉള്ളത് സൈബർ ഫ്രോഡാണ്. ഈ പറഞ്ഞാൽ വിർച്വൽ അറസ്റ്റ്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഏതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും OTP കൊടുക്കുകയോ ഷെയർ ചെയ്യുകയോ വഴി അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1930 എന്ന് പറഞ്ഞ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം. 1930 രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് 1 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നിങ്ങളുടെ പൈസ പോകാതെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. പിന്നുള്ളത് NDPS, അതായത് കഞ്ചാവ്, ലഹരി പദാർത്ഥങ്ങളൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുകയോ കച്ചവടം ചെയ്യുക അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് പോലീസിന് കൈമാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പറാണ് 9959 666 9959 എന്ന യോദ്ധ എന്ന പേരുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ആ നമ്പർ കോളിംഗ് നമ്പറല്ല, അതിലേക്ക് വാട്സപ്പ് ചെയ്ത് വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറാവുന്നതാണ്. പിന്നെയുള്ളത് ഒന്ന് ചിരി എന്ന് പറഞ്ഞ നമ്പറാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അവരുടെ മെൻ്റൽ സ്ട്രഗിള്, എമോഷണൽ ബാലൻസിങ് ഇല്ലായ്മ, ആൻസൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പരീക്ഷാ സമയത്തൊക്കെ അവർക്ക് ബന്ധപ്പെടാവുന്ന നമ്പറാണ് ചിരി. അത് 9497 900 200 എന്നാണ് ആ നമ്പർ. അതുപോലെ തന്നെ നമുക്ക് DDAD എന്നും പറഞ്ഞൊരു ഡിജിറ്റൽ അഡിക്ഷനുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള ഒരു സെൻറ്റർ ഇപ്പോൾ ചങ്ങനാശ്ശേരി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്കും ബന്ധപ്പെടാവുന്ന നമ്പർ ഈ നമ്പർ തന്നെയാണ് 9497 900 200. പിന്നെ നിങ്ങൾക്ക് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ ഒരു പെട്ടെന്ന് ബന്ധപ്പെടാവുന്ന ഒരു നമ്പറാണ് 139 എന്ന് പറയുന്നത്.
139. സമൂഹത്തോടൊരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞാൽ എന്ത് ഉപദേശമായിരിക്കും കൊടുക്കുക? നമ്മളെല്ലാവരും സാമൂഹ്യ ജീവികളാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വിഷമിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, ദുഃഖിക്കുന്നവർ, വേദനിക്കുന്നവർ, വീടില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, മരുന്നിന് കഷ്ടപ്പെടുന്നവർ, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ ഈ കാണുന്ന വർണ്ണക്കാഴ്ചകൾക്കപ്പുറം നമ്മുടെ സമൂഹം താഴെത്തട്ടിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ജനം ഇവിടെയുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ വളരെയധികം നല്ലൊരു ജീവിതം കിട്ടിയ നമ്മൾ അവരെയൊക്കെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ മരുന്ന് മേടിക്കാൻ കാശില്ലാത്തവരുണ്ട്, ചിലപ്പോൾ നമ്മളോടൊന്നും ചോദിക്കത്തില്ല. അത് നമ്മൾ അറിഞ്ഞ് ചെയ്യണം. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ മാർഗ്ഗമില്ലാത്തവരുണ്ട്. അത് നമ്മുടെ ചുറ്റുവട്ടത്തിൽ പറയുന്ന ആൾക്കാരെല്ലാവരും ഉണ്ട്. അപ്പം എപ്പോഴും ഒരു എമ്പതി നമുക്ക് വേണം. ആ ഒരു മനുഷ്യജീവൻ എന്ന നിലയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യർ എന്ന നിലയിൽ ഒരു മനുഷ്യനോടുണ്ടാവേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഇനി പേഴ്സണലി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, വീട്ടിലെങ്ങനെയാണ് സാർ? പോലീസുകാരൻ തന്നെയാണോ? വീട്ടിൽ നമ്മൾ പോലീസുകാരനാണെന്നാണ് നമ്മുടെ ഭാര്യയും കുട്ടികളും പറയുന്നത്. പക്ഷേ നമ്മൾ വീട്ടിൽ വളരെ ഫ്രണ്ട്ലിയാണ്. പക്ഷേ നമ്മുടെ ഫ്രണ്ട്ലിനെസ് അവർക്ക് ഒരു ഫ്രണ്ട്ലിനെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണോ? എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് സാർ? ഞാൻ വളരെ സോഷ്യലാണ്. എല്ലാവരുമായിട്ടും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. നമ്മുടെ പ്രധാനമായിട്ടും ജീവിതത്തിൽ പഠിക്കുന്ന പ്രാവർത്തികമാക്കുന്ന പാഠമെന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ പോവുക, ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ സമയങ്ങൾ ചിലവഴിക്കുന്ന, നമ്മുടെ സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. വളരെ തിരക്കുള്ള ഒരു സമയത്താണ് തോമസ് സാർ നമ്മുടെ അടുത്തേക്ക് വന്നതിലും കുറച്ച് സമയം നമ്മളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷമുണ്ട്. സോ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.